നിങ്ങൾക്കറിയാമോ ഇന്ത്യയുടെ ശക്തിയുള്ള മിസൈലായ ബ്രഹ്മോസ് എന്ന പേര് എവിടെ നിന്നാണ് വന്നതെന്ന്? ഇതൊരു സാധാരണ പേരല്ല. ഈ പേരിലുള്ളത് രണ്ട് വലിയ നദികളുടെയും രണ്ട് മഹാനായ രാഷ്ട്രങ്ങളുടെയും സഹകരണത്തിൻ്റെ കഥ. ഇന്ത്യയുടെ ശക്തിയുടെയും സംസ്കാരത്തിൻ്റെയും പ്രതീകമാണ് ബ്രഹ്മപുത്ര നദി. റഷ്യയുടെ വിസ്മയകരമായ സാങ്കേതികതയുടെ പ്രതീകമാണ് മോസ്കോ നദി. ഈ രണ്ട് നദികളുടെയും പേരുകൾ ചേർത്താണ് ബ്രഹ്മോസ് എന്ന പേര് ഉണ്ടായത്. ഇതൊരു മിസൈൽ മാത്രമല്ല, ഇന്ത്യയും റഷ്യയും ചേർന്ന് വളർത്തിയ കരുത്തിൻ്റെ പേരാണ്. ബ്രഹ്മോസിൻ്റെ പ്രധാന പ്രവർത്തനം എന്തെന്നാൽ ശത്രുവിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ക്യാമ്പുകൾ, കപ്പലുകൾ, യുദ്ധസാമഗ്രികൾ എന്നിവ ദൂരത്ത് നിന്ന് തന്നെ കൃത്യമായി തകർക്കാൻ ഈ മിസൈൽ സഹായിക്കുന്നു. മറ്റു മിസൈലുകളെപ്പോലെ നേരെ പോയി പൊട്ടിച്ചെടുക്കുന്നത് മാത്രമല്ല, ബ്രഹ്മോസ് വളരെ കുറഞ്ഞ ഉയരത്തിൽ പറക്കുന്നു. അതിനാൽ തന്നെ റഡാറുകൾക്ക് പിടികൂടാൻ പ്രയാസമാണ്. ഇതിൽ മുൻകൂട്ടി ടാർഗറ്റ് ഉറപ്പാക്കുന്ന സംവിധാനമുണ്ട്. ഒരു തവണ കോർഡിനേറ്റ് കൊടുത്താൽ സ്വയം ലക്ഷ്യത്തിലേക്ക് പോയി അതിനെ നിഗൂഢമായി തകർക്കും. ഇതിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത അതിൻ്റെ വേഗതയാണ്. ശബ്ദ വേഗതയുടെ 3 ഇരട്ടി. ഈ കാരണം കൊണ്ട് തന്നെ ശത്രുവിന് പ്രതികരിക്കാൻ സമയം പോലും ഉണ്ടാകില്ല. ഇത് ഭൂമിയിൽ നിന്നോ കപ്പലിൽ നിന്നോ വിമാനത്തിൽ നിന്നോ വിക്ഷേപിക്കാം. ഇത് നോക്കിയിട്ടല്ല, പ്രയോഗിച്ചിട്ടാണ് ഏറ്റവും വലിയ ഭീഷണിയെന്ന് ലോകം സമ്മതിക്കുന്നു.